ഹായ് ഗൈസ്, സമയം ഇപ്പോൾ ഏകദേശം 9:30 ആയി. ഇന്ന് നമുക്കൊരു ഓട്ടം ഉണ്ട്. 9:30ക്കാണ് ഓട്ടം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല ഉള്ളത്, ഞാനിപ്പോൾ ഓട്ടമുള്ള വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ നെക്സോൺ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഓട്ടം കേട്ടോ. ഇന്നത്തെ ഓട്ടം നമ്മൾ പോകുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഓട്ടം. അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം കാത്തിരുന്ന് 10 മണി ആവാറായപ്പോഴാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തി. 11 മണിയായപ്പോൾ തന്നെ നാളെ നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഇപ്പോൾ ഞാൻ അവരെ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ പുതിയ ബിൽഡിങ്ങിൽ ഇറക്കിയിട്ട് ഇപ്പോൾ ഞാൻ പുറത്ത് റോഡ് സൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ വിളിച്ച് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ. അപ്പോൾ ആ സാധനം വാങ്ങാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇതാണ് ആ സാധനം. ഇന്നത്തെ ഓട്ടത്തിൽ നമുക്ക് കിട്ടിയൊരു പണിയാണ്. അപ്പോൾ ഞാനും മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ബീവറേജിൽ തന്നെയാണ് വന്നൊരു സാധനം വാങ്ങിയത്. ഗ്ലാസും കുപ്പിയും വെള്ളം വാങ്ങി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മുടെ ഈ ബീവറേജിലേക്കുള്ള ദൂരം. അങ്ങനെ ആ ഒരു പൈൻറ്റ് വാങ്ങിയിട്ട് ഞാൻ പിന്നെ തിരിച്ച് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വന്നു അവരെ പിക്ക് ചെയ്യാൻ. അവരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാതും കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേട്ടൻ കുപ്പി തരുമ്പോൾ ആരും കാണാതെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ വന്നത് കുന്നംകുളത്തേക്കാണ്. കുന്നംകുളം ഫുഡ് മാജിക്കിലാണ് നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂർക്കാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ചിക്കൻ പോരാ, ചിക്കൻ ഭയങ്കര ഹാർഡായിരുന്നു. അങ്ങനെ ഏകദേശം 3:45 തന്നെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടു. അവരുടെ വീട്ടിൽ അങ്ങനെ വണ്ടി ഇട്ടിട്ട് ഞാൻ നേരെ വിട്ടു വീട്ടിലേക്ക്. ഇനി അടുത്ത ഓട്ടം ഉള്ളത് രാത്രി 12 മണിക്കാണ്. 11 മണിയായി സമയം. നമ്മുടെ രാത്രിത്തെ ഓട്ടം കുറച്ചും കൂടി ഡിലേ ഉണ്ട് ഗൈസ്. അപ്പോൾ ഏകദേശം 3 മണിയാകുമ്പോഴേ മണ്ണുത്തി ബൈപ്പാസിൽ എത്തുള്ളൂ ബസ്. അപ്പം ഞാൻ എന്തായാലും സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സായി പോപ്പിയുടെ ഗെയിമിങ് കണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. ആശാന് ഗെയിം കളിച്ച് ആരോഗ്യം നല്ല ഹിന്ദിക്കാരൻ നല്ല തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ഞാനങ്ങനെ റെഡിയായി. സമയം പോയത് അറിഞ്ഞില്ല സായിപ്പിന്റെ ഗെയിം കളി കണ്ടിട്ട്. സമയം ഇപ്പോൾ ഏകദേശം 1:05 സായിപ്പ് ഇപ്പോഴും ആരെയോ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 1 മണിയായപ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. നല്ല ഫുൾ മൂൺ നൈറ്റാണ് കേട്ടോ ഇന്ന്. കുറച്ച് നേരം അങ്ങനെ ചന്ദ്രനെയൊക്കെ നോക്കി ഞാൻ അങ്ങനെ നിന്നു പറമ്പിൽ. ഈ കാറിൻ്റെ ചാവി ഞാൻ വൈകുന്നേരം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വീട്ടുകാരെ വെറുതെ എണീപ്പിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ തൃശ്ശൂർക്ക് പോവാണ്. 2 മണി ആവാറായപ്പോഴേക്കും നമ്മൾ തൃശ്ശൂർ മണ്ണുത്തി ബൈപ്പാസിൽ എത്തിയിട്ടോ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ റോഡ് ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള റോഡായതുകൊണ്ടാണ് നമ്മൾക്ക് കറക്റ്റ് സമയത്ത് ഇപ്പോൾ മണ്ണുത്തിയിലെത്താൻ പറ്റിയത്. പിന്നെ രാത്രിയാണ്, അധികം കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ പുഴക്കലൊക്കെ ഫ്രീ ആണ്, അതുകൊണ്ട് നമുക്ക് രസമായിട്ട് വണ്ടി ഓടിച്ചിട്ട് വരാനൊക്കെ പറ്റും. നമ്മൾ മണ്ണുത്തി വന്നുള്ളത് ആറ്റുകാല പൊങ്കാല കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ പോണ ബസ്സിൽ ഒരു ചേച്ചി വരുന്നുണ്ട് ഒറ്റയ്ക്ക്. അപ്പോൾ ആ ചേച്ചീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ 2:30 ആയപ്പോൾ തന്നെ ആ ചേച്ചിയുടെ ബസ് വന്നു. അങ്ങനെ ആ ചേച്ചീനെ പിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതേ കാറിൽ കയറി നമ്മൾ നേരെ തിരിച്ച് ഗുരുവായൂർക്ക് പോവാണ്. അങ്ങനെ ആ ചേച്ചീനെ